പവിത്രം സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ ജോബിക്കെതിരെ സമരം കടുപ്പിച്ചപ്പോൾ അയാൾ വല്ലാത്തൊരു കളി കളിക്കുകയായിരുന്നു. ജോബി പറയുന്നുണ്ട്, ദാ ഈ കൂടെ ഇരിക്കുന്ന ഇവരുണ്ടല്ലോ, ഇവർ എന്ത് വലിയ കുറ്റം ചെയ്തിട്ടാണ് ഇവിടെ വന്ന് ഒളിച്ചു താമസിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമോ എന്ന് ചോദിക്കും. ഇവരൊരു കൊലയാളിയാണ്, ഇവളുടെ ഭർത്താവ് ഒരു കൊലപാതകിയാണ്, ആരോടും പറയാതെ ഇവിടെ വന്ന് ഒളിച്ചു താമസിക്കുകയാണെന്ന് ജോബി എല്ലാവരുടെയും മുന്നിൽ വെച്ച് അങ്ങ് വിളിച്ചു പറയും. എന്തായാലും പോലീസിനെ വിളിക്കാം, പോലീസ് വരട്ടെ, അതിനുശേഷം നമുക്ക് ഈ ഒരു കാര്യവും തൊഴിലാളികളുടെ കൂലിയുടെ കാര്യമൊക്കെ ഒരു തീരുമാനമാക്കാമെന്നും പറഞ്ഞു കൊടുത്തിന് ജോബി അപ്പോൾ തന്നെ പോലീസിനെ ഫോൺ ചെയ്യും. പോലീസ് സ്റ്റേഷനിൽ വിളിച്ചുകൊണ്ട് തന്നെ അയാൾ പറയുന്നുണ്ട്, സർ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ടേക്കൊന്ന് വരണം, ഇവിടെ ഒരു കൊലയാളിയും അവന്റെ ഭാര്യയും കൂടെ ഒളിച്ചു താമസിക്കുന്നുണ്ട്, അവരെ ഒന്ന് വന്ന് പൊക്കണമെന്ന് പറയും. വരാമെന്ന് പോലീസ് സമ്മതിച്ചതോടുകൂടി തന്നെ ജോബി ഫോൺ വെച്ചു. എന്നിട്ട് വേദിയോട് പറയാണ്, എന്തായാലും നീ ആയിട്ട് ഇതിന് തുനിഞ്ഞിറങ്ങിയതല്ലേ, എങ്കിൽ ഇനി ഇതിനൊരു സമാധാനമുണ്ടാക്കിയിട്ട് ഇനി ഈ പാവപ്പെട്ട തൊഴിലാളികളുടെ പ്രശ്നത്തിൽ കൈ കടത്തിയാൽ മതി എന്നൊക്കെ പറയും. അന്നേരം വേദ തിരിച്ചു പറയാണ്, എന്തായാലും ഈ പറയുന്നത് പോലെ ഒരു കുറ്റവും ചെയ്തിട്ടില്ല ഞങ്ങൾ ഇവിടെ വന്ന് താമസിക്കുന്നത്, പോലീസ് വരട്ടെ, പോലീസുകാർ വരുമ്പോൾ അവരോട് എന്ത് പറയണമെന്നൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ടറിയാം, പിന്നെ നിന്നെ അങ്ങനെ വെറുതെ വിടാനൊന്നും ഞാൻ ഏതായാലും തീരുമാനിച്ചിട്ടില്ല, ഇനിയിപ്പോൾ എന്ത് പ്രശ്നമുണ്ടായാലും ഈ പാവപ്പെട്ട തൊഴിലാളികളെ പറ്റിച്ച് കാശുണ്ടാക്കുന്ന നിന്നെ പൂട്ടാതെ ഞങ്ങൾ അടങ്ങി നിൽക്കുന്ന എന്ന് തന്നെ വേദ കട്ടായം പറഞ്ഞു. പോലീസ് വരട്ടെ, അപ്പോൾ നിനക്കെതിരെയും ഞങ്ങൾ കേസ് കൊടുക്കുന്നുണ്ട്, ഇത്രയും പേരെ പറ്റിച്ച് പണം ഉണ്ടാക്കുന്ന നിനക്കെതിരെയും ഞങ്ങൾ പരാതി നൽകുന്നുണ്ട് എന്ന് വേദ പറയും. ജോബി വിട്ടുകൊടുക്കാനാവാതെ വീണ്ടും ചോദിച്ചു, എന്തായാലും നിന്റെ തന്തയുടെ ആ തടക്കം സമ്മതിക്കാതിരിക്കാൻ വേണ്ടിയാണോ ഈ പ്രശ്നത്തിലും നീ ഇത്ര ധൈര്യത്തോടെ ഇവിടെ വന്ന് നിൽക്കുന്നത് എന്ന്? വരട്ടെ, നിന്റെ കെട്ടിയവനെ പോലീസുകാർ പൊക്കിക്കൊണ്ടു പോകുമ്പോൾ തീരും നിന്റെ ഈ അഹങ്കാരമൊക്കെ എന്ന് ജോബി വെല്ലുവിളിച്ചു. ഉടനെ മോളിച്ചേച്ചി ഇടപെട്ടു, അത് സർ, പോലീസ് വരുമ്പോൾ എന്താന്ന് വെച്ചാൽ ചെയ്തോട്ടെ, പക്ഷേ ഞങ്ങളുടെ കാര്യത്തിനൊരു തീരുമാനമായേ പറ്റൂ, ഇത്രയും കാലം ഞങ്ങളെ പറ്റിക്കുമായിരുന്നോ എന്നും അവർ ചോദിച്ചു. ജോബി അവരെ വിരട്ടി, ഇവളുടെയൊക്കെ വാക്ക് കേട്ട് മോളി ചേച്ചി എന്നോട് അനാവശ്യമായിട്ട് സംസാരിക്കാനൊന്നും വരണ്ട, ജോലി പോയാൽ പിന്നെ എല്ലാവരുടെയും വീട് പട്ടിണിയായിരിക്കും, അത് ഓർമ്മയുണ്ടല്ലോ എന്ന് ചോദിക്കും. അതൊക്കെ കേട്ടപ്പോൾ ബാക്കിയുള്ളവർക്ക് ചെറിയൊരു പേടി തോന്നി. അന്നേരം വേദ പറഞ്ഞു, അതൊന്നും പറഞ്ഞ് സാർ ആരെയും പേടിപ്പിക്കാനൊന്നും നോക്കണ്ട, കമ്പനി കൃത്യമായി തന്നെ പണം തരുന്നുണ്ട്, അതിനിടയിൽ കൈയിട്ട് വാരുന്നതൊക്കെ സാറാണെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അതുകൊണ്ട് ഈ കാര്യം കമ്പനിയിൽ അറിഞ്ഞാൽ സാറിന്റെ ജോലി ആദ്യം തെറിക്കും, അത് ഓർമ്മയുണ്ടല്ലോ എന്ന് പറഞ്ഞു വേദയും മോളി ചേച്ചിയും സമരം തുടർന്നു. എന്തായാലും നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഒരു തീരുമാനം ഞാൻ ഉടനെ തന്നെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു കൊടുത്തതിന് ജോബി തൽക്കാലം അവരെ സമാധാനിപ്പിച്ചു. അങ്ങനെ എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ ജോബി പറഞ്ഞതനുസരിച്ച് പോലീസ് അങ്ങോട്ടേക്ക് എത്തി. ജോബി പോലീസിനോട് പറഞ്ഞു, ഞാൻ സോഷ്യൽ മീഡിയ കണ്ടതാണ് ഇവർ കൊലപാതകികളാണ് എന്ന്, ഒരു വർഷം മുമ്പ് കല്യാണം കഴിഞ്ഞ് ഇവർ ഒളിച്ചു താമസിക്കുകയാണ്. അപ്പോൾ പോലീസ് പറയുന്നുണ്ട്, ജോബി, നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നതൊക്കെ അത്ര സത്യമാവണമെന്നൊന്നുമില്ല, അതിൽ പലതും ശരിയാവാൻ തെറ്റാവാം, അതുകൊണ്ട് മാത്രം ഒരാളെ കൊലയാളി എന്നൊന്നും പറയാൻ പറ്റില്ല, എന്തായാലും നീ തന്ന വിവരങ്ങൾ ഞാനൊന്ന് അന്വേഷിക്കട്ടെ, അല്ലാതെ നീ പറഞ്ഞ ഉടനെ ചെന്ന് അവരെ പിടിച്ചോണ്ട് കൊണ്ടുപോവാനൊന്നും എനിക്ക് പറ്റില്ലല്ലോ, ഇവരിവിടെ താമസിക്കുന്നതിൽ എന്തെങ്കിലും കുറ്റം ചെയ്തിട്ടാണോ എന്ന് നമുക്കറിയണം, സോഷ്യൽ മീഡിയയിലെ വാർത്തകൾ പകുതിയും വെറും നുണയായിരിക്കാമെന്നും പോലീസ് പറയും. ജോബി പറയുന്നുണ്ട്, അവൾ ഇപ്പോഴും എന്നോട് തർക്കിച്ച് നിൽക്കാണ്, ഭർത്താവ് ആരെയും കൊന്നിട്ടില്ല എന്ന്. പോലീസ് പറയുന്നുണ്ട്, നീ ഏതായാലും സമാധാനപ്പെട് ജോബി, ഞാൻ അന്വേഷിച്ചിട്ട് വേണ്ട നടപടിയെടുക്കാമെന്ന് പറയും. വൈകുന്നേരം വേദ വീട്ടിൽ വന്നപ്പോൾ കാര്യങ്ങളെല്ലാം വിക്രമിനോട് പറഞ്ഞു. വിക്രം ചോദിക്കുന്നുണ്ട്, ഇനി പോലീസ് വന്ന് നമ്മളെ അറസ്റ്റ് ചെയ്യുമോ എന്ന്. വേദ പറയുന്നുണ്ട്, അത്ര പെട്ടെന്നൊന്നും അവരൊന്നും ചെയ്യില്ല വിക്രം, കാരണം ഈ കേസ് സത്യമാണെന്ന് പോലും അവർക്ക് ബോധ്യപ്പെടണം, എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ മാത്രമേ അവർ നമ്മുടെ അടുത്തേക്ക് വരുള്ളൂ എന്നും വേദ പറഞ്ഞ് അവനെ ആശ്വസിപ്പിച്ചു. വിക്രം പറയുന്നത്, ഞാൻ അച്ഛനോടും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, എങ്കിലും വിക്രം നമുക്കൊരു സ്വസ്ഥതയില്ലല്ലോ, എവിടെ ചെന്നാലും നമുക്ക് സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് വേദ സങ്കടപ്പെട്ടു. വിക്രം പറയുന്നത്, നമ്മൾ ഇത് നേരത്തെ പ്രതീക്ഷിച്ചതല്ലേ വേദ, തൊഴിലാളികളുടെ പ്രശ്നം ഇവന്റെ മുന്നിൽ ഉന്നയിക്കുമ്പോൾ ഇവൻ പഴയ കാര്യങ്ങളൊക്കെ എത്തിയിടുമെന്ന് നമുക്ക് ഉറപ്പായിരുന്നില്ലേ. മോളി ചേച്ചി എന്ത് പറഞ്ഞു എന്ന് വിക്രം ചോദിച്ചപ്പോൾ അവൾക്ക് ചെറിയൊരു സംശയമുണ്ടായിരുന്നു. ഞാൻ അതൊന്നും സത്യമല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് വേദ മറുപടി നൽകി. പിന്നീട് മൈക്കിളച്ചൻ കാര്യങ്ങളെല്ലാം തന്നെ കമ്പനി മാനേജ്മെന്റിനെ അറിയിച്ചു. തൊഴിലാളികൾ അറിഞ്ഞ മാനേജറുടെ ബംഗ്ലാവിൽ നിന്ന് സമരവും ബഹളവും ഒക്കെയായി. അവസാനം അയാൾക്ക് ഒന്നും തന്നെ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. അയാളുടെ കള്ളത്തരങ്ങൾ ഓരോന്നോരോന്നായി പൊളിഞ്ഞു. വേദയും വിക്രമും വിചാരിച്ചതുപോലെ തന്നെ ആ മാനേജറുടെ ജോലി പോയി. അതിന് അന്വേഷണത്തിനായി കമ്പനിയിൽ നിന്നും ആൾ വരുന്നുണ്ട് എന്നറിഞ്ഞപ്പോൾ വേദ അത് വിക്രമിനെ അറിയിച്ചു. ആ ജോബിയുടെ തട്ടിപ്പ് പുറത്തായതോടുകൂടെ തന്നെ പാവപ്പെട്ട തൊഴിലാളികൾക്ക് ഇനി നല്ല കൂലി കിട്ടും, അവരുടെ കാശ് അടിച്ചു മാറ്റുകയായിരുന്നു ഇത്രയും നാള് അയാള് എന്ന് വേദ പറഞ്ഞു. മൈക്കിൾ അച്ഛൻ ഇടപെട്ടതോടുകൂടി തന്നെ ഇതിനൊരു പരിഹാരമായല്ലോ എന്ന് വിക്രം പറഞ്ഞു. ഇതിനിടയിലും അനിയൻകുട്ടന്റെ അസുഖം മാറാത്തത് അവർക്ക് വലിയൊരു ടെൻഷനായിരുന്നു. പിറ്റേന്ന് വേദ തോട്ടത്തിൽ ജോലി ചെയ്യുമ്പോൾ ഒരു കാറ് വന്നിറങ്ങി. അതിൽ നിന്നിറങ്ങിയ ആളെ കണ്ടുകൊണ്ട് തന്നെ വേദ ആകെ ഞെട്ടിപ്പോയി. അയാൾക്ക് കാലിന് തീരെ സുഖമില്ല.
ഊന്നുവടിയുമായിട്ടാണ് അയാൾ ആ പടികൾ കയറുന്നത്. വേദക്ക് അയാളെ നല്ല പരിചയമുണ്ടായിരുന്നു. പഴയ കാര്യങ്ങൾ വേദയുടെ മനസ്സിലേക്ക് ഓടി വന്നു. വേദയുടെയും വിക്രത്തിന്റെയും വിവാഹത്തിന് കാരണക്കാരനായ ആ പയ്യനായിരുന്നു അത്. ആ പയ്യന്റെ വിവാഹത്തിന് അവൻ സ്നേഹിച്ച പെണ്ണിനെ താലി കെട്ടാൻ നേരത്ത് വിക്രം വന്ന് പ്രശ്നമുണ്ടാക്കിയതും വേദ ഇടപെട്ടതും ഒടുവിൽ ആ താലിയെടുത്ത് വേദ വിക്രത്തിനെ കൊണ്ട് കെട്ടിക്കുന്നതൊക്കെ വേദ ഓർത്തെടുത്തു. അന്നൊരു കുഴപ്പവുമില്ലാത്ത ഈ പയ്യനിപ്പോ എന്തു പറ്റിയെന്ന് വേദ ചിന്തിച്ചു. വൈകുന്നേരം വിക്രമിനോട് വേദ പറഞ്ഞു, നമ്മുടെ കല്യാണത്തിന് കാരണമായ ആ പയ്യനെ ഇന്ന് ഞാൻ എസ്റ്റേറ്റിൽ കണ്ടു. വിക്രം ചോദിക്കുന്നത് എന്ത്, ആ ആളെയോ എന്ന് ചോദിക്കും. വേദ പറഞ്ഞു, അതേ വിക്രം, അന്ന് ആ കല്യാണം തടസ്സപ്പെട്ടപ്പോഴല്ലേ നമ്മൾ വിവാഹിതരായത്. അവൻ അത്ര പെട്ടെന്ന് മറക്കാനൊന്നും പറ്റില്ലല്ലോ എനിക്ക്. പക്ഷേ ഇപ്പോൾ അവന്റെ കയ്യിലൊരു ഊന്നുവടിയുണ്ട്, കാലിന് തീരെ വയ്യ എന്നും പറയാണ് വേദ. അത് കേട്ടപ്പോൾ വിക്രം തല താഴ്ത്തി നിന്നു. എന്ത് പറയുന്നുണ്ട് വേദ, അന്ന് നടന്ന സംഭവത്തിന് ശേഷം ഞാൻ ആ പയ്യന്റെ കാല് തല്ലിയൊടിച്ചതായിരുന്നു എന്ന്. അത് കേട്ടപ്പോൾ വേദ അക്ഷരാർത്ഥത്തിൽ അങ്ങ് ഞെട്ടിപ്പോയി. വിക്രം തുടർന്നു, അന്ന് വീട്ടുകാർക്ക് ഇഷ്ടമില്ലാത്ത കല്യാണമാണ് അവൻ നടത്തിയത്. പെണ്ണിനെ കെട്ടരുത് എന്ന് പറഞ്ഞിട്ടും അവൻ കെട്ടി. അതിന്റെ പ്രതികാരമായിട്ടാണ് ഞാൻ അന്ന് അയാളുടെ കാല് തല്ലിയൊടിച്ചത്. അവർക്ക് സന്തോഷകരമായ ഒരു ജീവിതം ഉണ്ടാവരുതെന്ന് കരുതിയിട്ടാണ് ഞാനത് അന്ന് അങ്ങനെ ചെയ്തത് എന്ന് പറയാണ് വിക്രം. വേദക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. എന്ത് ക്രൂരതയാണ് വിക്രം നിങ്ങൾ അയാളോട് ചെയ്തത്. അവരുടെ മുന്നിൽ ചെന്ന് ഇനി നമുക്ക് എങ്ങനെയെങ്കിലും നിൽക്കാൻ പറ്റുമെന്നൊക്കെ വേദ ചോദിച്ചു. വിക്രം പറയുന്നുണ്ട്, ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ വേദ എന്ന്. വേദ പറയുന്നത്, നമുക്ക് നാളെ തന്നെ അവരെ കാണണം, എന്നിട്ട് അവരെ കാണാൻ പോകണം. അവർ ബംഗ്ലാവിലാണ് താമസിക്കുന്നത് എന്ന് തോന്നുന്നു, അങ്ങോട്ടേക്ക് പോവാമെന്ന് പറയും. ആദ്യം വിക്രം സമ്മതിച്ചില്ല എങ്കിലും വേദ നിർബന്ധിച്ചുകൊണ്ട് തന്നെ അവനെ സമ്മതിപ്പിച്ചു. ഒരു വട്ടമെങ്കിലും അയാളോട് ക്ഷമ ചോദിക്കണം, എങ്കിലേ ജീവിതത്തിൽ ഒരു സമാധാനം കിട്ടുകയുള്ളൂ എന്ന് വേദ പറഞ്ഞു. കൂടാതെ ആ പെൺകുട്ടി ഇപ്പോഴും അയാളുടെ കൂടെയുണ്ടോ എന്നൊക്കെ നോക്കാമെന്നൊക്കെ പറയാണ് വേദ. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ വേദ വിക്രമയെയും കൂട്ടിക്കൊണ്ട് ആ ഒരു ബംഗ്ലാവിലേക്ക് എത്തി. അവരെ കണ്ടതും അയാളങ്ങ് ഞെട്ടിപ്പോയി. വേദ ചോദിച്ചു, ഞങ്ങളെ മനസ്സിലായോ എന്ന്. അയാൾ വിക്രമിനെ നോക്കിയിട്ട് പറഞ്ഞു, ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത ഒരു മുഖമല്ലേ ഇത്. അത് ഞാൻ അത്ര പെട്ടെന്നൊക്കെ മറക്കുമോ എന്ന് ചോദിക്കും. എന്റെ ജീവിതം തകർത്ത ഈ വ്യക്തിയല്ലേ ഇയാൾ എന്നൊക്കെ പറഞ്ഞു ചോദിച്ചപ്പോൾ വിക്രം തലകുനിച്ചു നിന്നു. വേദ പറയുന്നുണ്ട്, അതൊക്കെ അന്ന് സംഭവിച്ചു പോയതാണ്. വിക്രമിനിപ്പോൾ നല്ല കുറ്റബോധമുണ്ട്. അന്ന് നിങ്ങളുടെ വിവാഹം നടന്നപ്പോഴല്ലേ വിക്രം എന്നെ വിവാഹം കഴിച്ചത്. അതിനുശേഷം ഞാൻ അവന്റെ ഭാര്യയായി. വിക്രത്തിന് ഒരുപാടധികം മാറ്റങ്ങൾ വന്നു. ഇവിടെ വെച്ച് നിങ്ങളെ കണ്ടപ്പോൾ വിക്രമാണ് പഴയ കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞത്. ഞങ്ങൾ വന്നത് ക്ഷമ ചോദിക്കാനാണെന്ന് വേദ പറഞ്ഞു. അപ്പോൾ അയാൾ അങ്ങ് പൊട്ടിത്തെറിച്ചു. നിങ്ങൾ എൻ്റെ കൺമുന്നിൽ പോലും വന്നു പോവരുത്. ഈ ലോകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ഒരാളാണ് ഇയാള്. എന്റെയും അവളുടെയും സന്തോഷകരമായ ഒരു ജീവിതം ഇല്ലാതാക്കാൻ ഇയാൾ ചെയ്ത ക്രൂരത എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ അയാൾ പറഞ്ഞു. ഇതൊക്കെ കേട്ടുകൊണ്ടാണ് അയാളുടെ ഭാര്യ അന്ന് താലി കെട്ടിയ ആ ഒരു പെൺകുട്ടി അങ്ങ് അകത്തുനിന്നും വരുന്നത്. വേദ അവളെ സങ്കടത്തോടെ നോക്കി നിന്നു. അയാൾ പറഞ്ഞു, ഇനി ഞങ്ങൾ അന്വേഷിച്ച് ഇങ്ങോട്ടേക്കാരും വരണ്ട. നിങ്ങളെ കാണുന്നത് പോലും ഞങ്ങൾക്ക് ഇഷ്ടമല്ല. ഞങ്ങളുടെ ജീവിതത്തിലെ കറുത്ത നിഴലുകളാണ് ഇയാള്. അതും പറഞ്ഞ് അയാൾ അകത്തേക്കങ്ങ് കയറിപ്പോയി. വേദ പുറകെ നിന്ന് വിളിച്ചുവെങ്കിലും അയാൾ വാതിലങ്ങ് കൊട്ടിയടച്ചു. അത് വിക്രമിനും വേദക്കും വല്ലാത്ത വിഷമമായിരുന്നു. വിക്രം ചെയ്ത തെറ്റിന് ക്ഷമ പോലും കിട്ടാത്ത അവസ്ഥയിലായി. അയാൾ അകത്തിരുന്ന് തന്റെ പഴയ ജീവിതമോർത്ത് സങ്കടപ്പെട്ടിരിക്കുകയാണ്. വിക്രമും വേദയും സങ്കടത്തോടു കൂടെ തന്നെ ആ പടിയിറങ്ങി. തങ്ങൾ ചെയ്ത പാപത്തിന്റെ ഫലം ഇങ്ങനെയൊക്കെ പിന്തുടരുമെന്ന് അവർക്ക് ബോധ്യമായിരുന്നു. വിക്രമിന്റെയും വേദയുടെയും ഈ ഒരു പ്രായശ്ചിത്ത യാത്ര സങ്കടകരമായി തുടരുകയാണ്. വിക്രമിന്റെയും വേദയുടെയും മനസ്സിൽ ആ വാതിലടക്കുന്ന ശബ്ദം ഒരു വലിയ ഇടിയായിട്ടാണ് പതിച്ചത്. ഒന്നും മിണ്ടാതെ പരസ്പരം നോക്കാതെ അവർ ആ ഒരു ബംഗ്ലാവിന്റെ പടിയിറങ്ങി. കാറിലിരിക്കുമ്പോഴും വിക്രമിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. വേദ, ഞാൻ ചെയ്തത് വലിയ പാപമാണ്. ഒന്നിനും അറിയാത്ത ആ ഒരു പാവത്തിന്റെ ജീവിതമാ ഞാൻ തല്ലിക്കെടുത്തിയത്. വിക്രം വിങ്ങലോടെ പറഞ്ഞു. വേദ അവന്റെ കൈകൾ മുറുകെ പിടിച്ചു. വിക്രം, നമ്മൾ വന്നത് ക്ഷമ ചോദിക്കാനല്ലേ. അവർക്ക് ദേഷ്യം വരുന്നത് സ്വാഭാവികം. പക്ഷേ നമുക്കവരെങ്ങനെ ഉപേക്ഷിക്കാനൊന്നും പറ്റില്ല. അടുത്ത ദിവസങ്ങളിൽ വേദ ആരും അറിയാതെ ആ പയ്യന്റെയും ഭാര്യയുടെയും വിവരങ്ങൾ തിരക്കി. വിവേക് എന്നാണ് അയാളുടെ പേര്. എസ്റ്റേറ്റിലെ ചെറിയൊരു അക്കൗണ്ടിംഗ് ജോലിയാണ് അയാളിപ്പോൾ ചെയ്യുന്നത്. കാലിൽ സുഖമില്ലാത്തത് കൊണ്ട് തന്നെ ഒരുപാട് ദൂരം നടക്കാനും കഴിയില്ല. അയാളുടെ ഭാര്യ മീര തുന്നൽ ജോലി ചെയ്തിട്ടാണ് കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. വിവേകിന്റെ ചികിത്സക്കായി വലിയൊരു തുക തന്നെ വേണമെന്ന് വേദ മനസ്സിലാക്കി. പഴയ ഓപ്പറേഷൻ പാളിയതാണ് കാലിന്റെ ഈ ഒരു അവസ്ഥക്ക് കാരണം. വേദയും വിക്രമും ചേർന്ന് ഒരു തീരുമാനമെടുത്തു. മൈക്കിളച്ചന്റെ സഹായത്തോടു കൂടെ തന്നെ അവർ ഒരു വലിയ ഹോസ്പിറ്റലിൽ ഡോക്ടറെ കണ്ടു. വിവേകിന്റെ ചികിത്സാ ചിലവുകൾ മുഴുവൻ വിക്രം തന്റെ സമ്പാദ്യത്തിൽ നിന്ന് നൽകാൻ തന്നെ തീരുമാനിച്ചു. പക്ഷേ ഇത് വിവേക് അറിഞ്ഞാൽ ഒരിക്കലും സമ്മതിക്കില്ല എന്ന് അവർക്കറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ മൈക്കിൾ അച്ഛൻ വഴി ഒരു സന്നദ്ധ സംഘടന സഹായം എന്ന നിലയിലാണ് അവർ ആദ്യം പണം വിവേകിന് എത്തിച്ചത്. കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ വിവേകിന്റെ ശസ്ത്രക്രിയ വിജയകരമായി നടന്നു. അയാൾക്ക് ഊന്നുവടിയില്ലാതെ തന്നെ നടക്കാൻ കഴിഞ്ഞ ആ ഒരു ദിവസം മീരയുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു.
ആ സന്തോഷം ദൂരെ നിന്ന് കണ്ട വേദയുടെയും വിക്രമിന്റെയും മനസ്സിൽ ഒരു വലിയ ഭാരം ഇറക്കി വെച്ച ആശ്വാസമായിരുന്നു. സത്യം ഒരു ദിവസം വിവേക് അറിഞ്ഞു. തന്നെ സഹായിച്ചത് വിക്രമാണ് എന്നറിഞ്ഞപ്പോൾ അയാൾക്ക് ആദ്യം ദേഷ്യം തോന്നിയെങ്കിലും കഴിഞ്ഞ കുറേ മാസങ്ങളായി തങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട് അവർ നടത്തിയ പരിശ്രമങ്ങൾ അയാളുടെ മനസ്സലിയിച്ചു. ഒടുവിൽ ഒരു വൈകുന്നേരം വിവേകും മീരയും കൂടി വേദയുടെ വീട്ടിലേക്കെത്തി. വിവേക് വിക്രമിന്റെ അരികിലേക്ക് നടന്നു ചെന്നു. വിക്രം എഴുന്നേറ്റ് നിന്ന് തല താഴ്ത്തി. വിവേക് വിക്രമിന്റെ തോളിൽ കൈവച്ചു. എനിക്ക് നിങ്ങളെ പൂർണ്ണമായിട്ട് ക്ഷമിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല വിക്രം. പക്ഷേ മീര പറഞ്ഞത് ശരിയാണ്. പകയേക്കാൾ വലുതാണ് മാറ്റം. നിങ്ങൾ മാറിയെന്ന് എനിക്ക് മനസ്സിലായി. ആ വാക്ക് കേട്ടപ്പോൾ വിക്രമിന്റെ ഉള്ളിൽ വർഷങ്ങളായുള്ള നീറ്റിൽ അണഞ്ഞു. ക്ഷമയുടെയും പശ്ചാത്താപത്തിന്റെയും പുതിയൊരു അധ്യായം കൂടി അവിടെ തുടങ്ങുകയായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. ഇനി വരാൻ പോകുന്ന നല്ല സൂപ്പർ അടിപൊളി ത്രില്ലിംഗ് എപ്പിസോഡുകളൊക്കെ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. ബൈ.